42 തൊഴിലാളി ബംഗാളികളെ നിർത്തി 2.5 ഏക്കർ ഞാൻ കൊയ്തതാണ്. ഒരു കർഷകൻ്റെയൊക്കെ ചങ്കാണ് ഈ കത്തുന്നത്. കൈകാര്യ ചെലവ് പോലും കിട്ടിയില്ലെങ്കിലും ഒരു ജീവിതവ്രതം പോലെ നെൽകൃഷി കൊണ്ടു നടക്കുന്ന കുട്ടനാടൻ കർഷകർ നിരവധിയുണ്ട് ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ. അവരിൽ ഒരാളാണ് ഈരാത്തൊടുകയിൽ സോണിച്ചൻ. 5 മാസത്തെ അധ്വാനത്തിന്റെ ഫലം അധികൃതരുടെ അനാസ്ഥ മൂലം സോണിച്ചന് കത്തിച്ചു കളയേണ്ടി വന്നു. ബണ്ടിന്റെ ഒരു കൽക്കെട്ട് ഒന്നും ഇല്ലാത്തൊരു പാടമാണിത്. മോട്ടോർ തറയൊന്നും സുരക്ഷിതമല്ലാത്ത ഒരു പാടശേഖരം കൂടിയാണ്. 42 തൊഴിലാളി ബംഗാളികളെ നിർത്തി 2.5 ഏക്കർ ഞാൻ കൊയ്തതാണ്. കൊയ്ത് വെച്ചിട്ടും മിഷ്യൻകാരോട്, ഇവിടെ ഉണ്ടായിരുന്ന മിഷ്യൻകാരോട് പറഞ്ഞിട്ട് പോലും അവരത് ചെയ്യാതെ വന്നതിൻ്റെ ഒരു മനോവിഷമത്തിൽ ഞാൻ ചെയ്തതാണിത്. ഈ നിൽക്കുന്ന മനുഷ്യൻ ഒരു കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൂടെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സ്വന്തമായിട്ട് അധികം നിലമൊന്നുമില്ലെങ്കിലും പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ ഈ രീതിയിൽ നെല്ല് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് എന്താണെന്ന് ഇവിടുത്തെ ഭരണകൂടങ്ങൾ അന്വേഷിക്കും. പ്രത്യേകിച്ച് കൃഷി വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നമുക്ക് നെൽകർഷക സംരക്ഷണ സമിതിക്ക് അഭ്യർത്ഥിക്കാറുണ്ട്. ഈ പാടശേഖരത്തിൻ്റെ അടിസ്ഥാന സൗകര്യം വലിയൊരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ തണ്ണീർമുക്കത്തെ ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടറുകൾ, ഓരുമുട്ടുകളൊക്കെ സമയബന്ധിതമായി വരും വർഷങ്ങളിലെങ്കിലും അടച്ചില്ല എങ്കിൽ ഇതുപോലുള്ള വലിയ ദുരന്തങ്ങൾ നെൽകാർഷിക മേഖലയ്ക്ക് കാണേണ്ടി വരും. പൂക്കോടി പാടത്തെ കൊയ്ത്ത് മാർച്ച് മാസത്തിൽ നടക്കേണ്ടതായിരുന്നു. അതിനായി കൊയ്ത്ത് യന്ത്രം ബുക്ക് ചെയ്തിരുന്നു. എല്ലായിടത്തും ഒന്നിച്ച് കൊയ്ത്ത് വന്നതോടെ ബുക്ക് ചെയ്ത സമയത്ത് യന്ത്രം കിട്ടിയില്ല. ഒരാഴ്ച കഴിഞ്ഞാണ് വിളഞ്ഞു നിന്ന പാടത്ത് യന്ത്രമെത്തിയത്. 2.5 ഏക്കറിലായി ഏതാണ്ട് 40 കിൻഡൽ നെല്ലുണ്ടാകും. കൊയ്യാൻ പലതവണ വിളിച്ചിട്ടും കൊയ്ത്ത് യന്ത്രം എത്തിയില്ല. പിന്നെ 42 ബംഗാളികളെ വെച്ച് ബാക്കിയുള്ളതുകൂടി കൊയ്ത്തെടുത്തു. അപ്പോഴേക്കും മഴ കാരണം കറ്റകൾ നനഞ്ഞു തുടങ്ങിയിരുന്നു. മഴ പെയ്ത് നനഞ്ഞ പാടത്ത് മെതിയന്ത്രം ഇറക്കാൻ ബുദ്ധിമുട്ടാകേണ്ടെന്ന് കരുതി വീണ്ടും കൂലിക്കാരെ വെച്ച് കറ്റകൾ റോഡരികിൽ എത്തിച്ചു. പിന്നെ മെതിയന്ത്രത്തിന് വേണ്ടി പലതവണ വിളിച്ചു. മഴ പെയ്തു കുതിർന്ന കറ്റകൾ കിളിർത്തു തുടങ്ങിയതോടെ അധ്വാനത്തിന്റെ ഫലം നശിക്കുന്നത് കണ്ടു നിൽക്കാനായില്ല. വെള്ളം കയറി നെല്ല് മുഴുവൻ ചീഞ്ഞു പോകുന്ന ഘട്ടത്തിലാണ് ഈ കർഷകൻ 4 മാസം പണിപ്പെട്ട് വിളയിച്ചെടുത്ത നെൽക്കതിരുകൾക്ക് തീ കൊളുത്തിയത്. ഒരു കർഷകൻ്റെയൊക്കെ ചങ്കാണ് ഈ കത്തുന്നത്. അതിന് സർക്കാരും കൃഷി വകുപ്പും എന്തെങ്കിലും സഹായം ഈ കർഷകരുടെ കൊണ്ട് നാടൻ രക്ഷിക്കണമെന്നാണ് ഞാൻ പറയാറുള്ളത്. അല്ല വേറെ എന്നാ പറയാനായിട്ട്. ഓരോരുത്തരും സർക്കാർ ഓരോ ജനങ്ങളിൽ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഈ കിടക്കുന്നത്. വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നുകൊണ്ടാണ് അത് കൃഷി താമസമാണ് ഇപ്പം ഇവിടെ വ്യാപകമായി ഈ മഴയത്ത് കൊയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വിത്തിൻ്റെ ലഭ്യതയും കർഷകരെ ശരിക്ക് ബാധിച്ചു. കിളുക്കുകയില്ലാത്ത വിത്ത് തന്നു. അത് കിളുക്കാൻ താമസം വന്നു. വേറെ പുറത്തുനിന്ന് വിത്ത് വാങ്ങിക്കേണ്ട ഒരു വിതയ്ക്കേണ്ട സ്ഥിതി വന്നു. അതൊക്കെ ഈ കൃഷിയെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അടുത്ത വർഷമെങ്കിലും ഇതെല്ലാം സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടായി നേരത്തെ കൃഷി പോകാനുള്ള സംവിധാനം ഉണ്ടാകണം. അങ്ങനെ വ്യാപകമായി ഒന്നിച്ച് കൃഷി വന്നുകൊണ്ട് തന്നെ കൊയ്ത്ത് മെഷീൻ്റെ ലഭ്യതയും ശരിക്ക് കർഷകരെ ബാധിച്ചു. അതുപോലെ തന്നെ കൊയ്ത്ത് മെഷീന് റേറ്റ് കൂടി. ഇതെല്ലാം നമ്മൾ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം വെറുതെ പോകുന്ന നിലയിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടായത്. കർഷകരുടെ പ്രശ്നത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനും കൃഷി വകുപ്പിനുമാണെന്ന് കർഷകർ പറയുന്നു. ETV ഭാരത്, കോട്ടയം.